പാർട്ടിയാണ് മുന്നണിയെ നയിക്കുന്നത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞാലും അതല്ല സംഘടനാശേഷിയാണ് നയിക്കുന്നത് എന്ന് തന്നെ പാർട്ടി സെക്രട്ടറി എത്ര തന്നെ പറഞ്ഞാലും വി.എസ്. അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വവും വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വവും ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിക്കൊടുത്ത തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിക്കൊടുത്ത ഒരു അനുകൂലമായ ഘടകം ആർക്കും തന്നെ നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇനി അത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം ആണെങ്കിൽ പോലും അതൊരു പക്ഷേ പിണറായി വിജയന് മുഖ്യമന്ത്രിയുമായി ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രതിഫലനമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഒന്നടങ്കം എല്ലാവരും വി.എസ്. അച്യുതാനന്ദന്റെ പടം വെച്ച പോസ്റ്റർ വരെ ഇറക്കുകയും പ്രചാരണ രംഗത്ത് വി.എസ്. അച്യുതാനന്ദന്റെ സജീവ സാന്നിധ്യം പ്രചാരണ ഉപാധികളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന ഘടകം ഒഴിവാക്കിക്കൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സാധ്യമാകും എന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്കൂട്ടലിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രമുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. വി.എസ്. അച്യുതാനന്ദൻ ഫാക്ടറിനെ കുറിച്ച് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും. ഏതായാലും അന്നായാലും ഇന്നായാലും വി.എസ്. അച്യുതാനന്ദൻ ഫാക്ടർ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലയിൽ ഒരു ചർച്ചയോ വിശകലനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്കുകൂട്ടലോ സാധ്യമാകും എന്ന് തോന്നുന്നില്ല.